അതേപോലെ എവിടെയാണ് സനത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ മുടിയിട്ട വെള്ളം കൊടുക്കാത്തത്? ആ മുടി എവിടെ? മൻസൂർ വീട്ടിനുള്ളിൽ കയറിയിട്ട് മൊബൈലിൽ നിന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് എവിടെ എന്ന് ചോദിച്ചാൽ അത് അവിടെ വീട്ടിൽ വന്നുകൊണ്ട് കാണിക്കാൻ പറ്റൂലല്ലോ. മൻസൂർ പുറത്തേക്ക് ഇറങ്ങി. മൻസൂർ മർക്കസിലേക്ക് വാ. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ മൻസൂർ മർക്കസിലേക്ക് വന്നിട്ട് ഈ ചോദ്യം ചോദിക്ക്, നിങ്ങൾക്ക് കാണിച്ചു തരാലോ. എന്താ മൻസൂറിന് പേടി? സത്യം പുറത്തേക്ക് വരുമെന്ന് പേടിയാണോ? മൻസൂർ വാ, മൻസൂർ മർക്കസിലേക്ക് വാ, നോളജ് സിറ്റി ഒക്കെ ഒന്ന് കാണാൻ വാ, എന്നിട്ട് വിമർശിക്ക്. ഈ വിമർശനങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾ അതെങ്കിലും ഒന്ന് ചെയ്യ മൻസൂറെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മുനീർ മുസ്ലിയാർ എന്നെയും കൊണ്ട് ഈ സനദിന് തീരുമാനം ഉണ്ടാക്കിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുകേശം എന്നവകാശപ്പെടുന്ന മുടി, ആ മുടിയുടെ സനതാണ് വിഷയം. എനിക്ക് മറുപടി അന്ന് ലാസ്റ്റ് എന്തായി? ഇതിന്റെ സനദിന്റെ കള്ളിയൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ അഹമ്മദ് അനസ് മൗലവി അദ്ദേഹം ഇവിടെ ഈ സനദ് വിഷയം സംബന്ധമായിക്കൊണ്ടൊരു പ്രഭാഷണത്തില് ക്ലിപ്പ് സഹിതം ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അപ്പോ ആ കാര്യം ഇവിടെ നിന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വെറുതെ ഇട്ടിട്ട് ആളുകൾ മനസ്സിലാകാതെ പോകരുത്. എന്താണ് തിരുകേശം, എന്താണ് അതിന്റെ സനദ്, അതൊക്കെ മുനീറാണ് ഇത് പറയിപ്പിക്കുന്നത്. മുനീറും കൂടി ഇത് കണ്ടോളുണ്ടോ. വീഡിയോയിലേക്ക് അടവാണ് അറബിയെ കൊണ്ടുവന്ന മുസ്ലിം സമുദായം സ്വീകരിക്കുന്ന. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അറബി വന്നാലും വന്നില്ലേലും സനദ് വായിച്ചു എന്ന മുസ്ലിം ഇത്രയും പ്രസംഗിച്ചത് കേട്ടല്ലോ. മുടിയുടെ സനദ് ചോദിക്കാറുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആ മുടിയുടെ സനദ് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് പച്ച കള്ളം പറയുകയാണ്. മൻസൂർ കേട്ടോ സനദ്? നീളമുള്ള പ്രസംഗം കേട്ടല്ലോ, വടകരയിൽ നിന്ന് മണിച്ചുള്ള പ്രസംഗം. ഇനി മാത്രമല്ല മണിക്കാതെ മർക്കസി എന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ. എന്നാൽ മുസ്ലിം കേരളം പിടിച്ചു ചോദിച്ചു, എവിടെ സനദ്, എവിടെ പരമ്പര? അല്ല റസൂലുള്ളാഹിയിൽ നിന്ന് മുടി കിട്ടിയ ആളുടെ പേരെവിടെ? അയാളിൽ നിന്ന് മുടി കിട്ടിയ ആളുടെ പേരെവിടെ? അവിടെ നിന്ന് മുടി കിട്ടിയ ആളുടെ പേരെവിടെ? അങ്ങനെ ഒരു പേരതിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ നേരത്തെ കരഞ്ഞു വാന്ന് പറഞ്ഞ അതേ മുസ്ലിം എന്നെ മറുപടി പറയണേ എന്താണെന്നറിയോ? ഞാൻ സാധാരണക്കാർക്കോട് പറഞ്ഞില്ല. അത് വെച്ചാല് നമ്മുടെ ഒരാൾ MBBS പോയി ചേർന്ന് വിചാരിക്കും. അതിന് MBBS പാസ്സാകുമ്പോൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. LLBക്ക് ചേർന്നാൽ ഏത് ഇപ്പൊ പോളിടെക്നിക്കിൽ 3 മാസം ഒരു കോഴ്സിന് പോയാലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പ്ലംബിംഗ് പഠിക്കാൻ പോയ ആളാണ്, 3 മാസം കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുപോലെ അറബി കോളേജിൽ പോയി ഒരു കുട്ടി പഠിച്ചൊരു പഠിച്ച് 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അയാൾക്കും അറബി കോളേജിൽ നിന്ന് ഇയാൾ ഇവിടെ പഠിച്ച ആളാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ അറബി കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സാധാരണ സ്ഥാനത്ത് എന്നാ പറയാറ്. ഇയാള് പോയിട്ടുള്ള അറബി കോളേജിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാരിക്കൊണ്ട് വന്നിട്ട് കാണിക്കാൻ സ്ക്രീനിൽ കണ്ടോ, ഇതാ സനദ്, ഇതാ സനദ്, ഇതാ സനദ് എന്ന് പറഞ്ഞിട്ട് പട്ടിക്കാട്ടത്തെ സനദ്, വെല്ലൂരിലെ സനദ്, ദയൂബന്ദിലെ സനദ്, അതാ സനദ്. മുസ്ലിം സനദ് കേട്ടോളൂ. ഞാൻ സനദുകൾ വായിക്കാൻ പോവാണ്. നിങ്ങൾ എന്തേ സനദ് എന്ന് പറഞ്ഞാ മനസ്സിലാക്കിയത്? സനദ് എന്നത് റിവായത്തിന്റെ റിജാലിന് സനദ് എന്ന് പറയൂ. എന്നാ അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? നിങ്ങൾ ഏത് സനദായി ഇതുവരെ വാങ്ങിയത്? കേട്ടോ, പഠിച്ചോ. ഇതേതാ സനദ്? ഇത് ദയൂബന്ദ് എന്ന് കൊടുക്കുന്ന സനദ്. അതേ സനദുൽ ഫറാഖിൽ ദൗറത്തി തഫ്സീർ സനദാണിത്. ശരിക്ക് കേട്ടോ. ഇതിലെന്താ പറയുന്നത്? വൽ ആന ലിമാ തലബ അല്ലെങ്കിൽ ലമ്മാ തലബ മിന്നൽ ഇജാസത അജസ്നാഹു വകതബ്നാ ലഹു ഹാദിഹിൽ വറഖത ലിതകൂന സനദൻ വതദ്കിറ ഇൻദ മസ്സിൽ ഹാജ. അപ്പൊ ഇതാണ് ദയൂബന്ദിലെ സനദ്. ശരിക്കും മനസ്സിലാക്കണം. ഈ സനദ് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇല്ല. കൊടുക്കുന്ന ഉസ്താദുമാരെ പേരല്ലാതെ ഇതിലതാ അങ്ങോളമുള്ള റസൂലുള്ള വരെയുള്ള പരമ്പര ഇതിലില്ല. അതുകൊണ്ട് ദയൂബന്ദ് എന്ന് കൊടുത്ത സനദ് സനദല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എസ്കക്കാരാ? ഒന്ന്. ഇനി രണ്ടാമത് വായിക്കുന്നത് കേട്ടോ. ഹാദാ സനദു തഹ്സീലിൽ മൗലവിയിൽ ഫാദിലി ലിമദ്റസത്തിൽ ബാഖിയാത്ത് സാലിഹാത്ത് വേലൂര്. വേലൂർ എന്ന് കൊടുക്കുന്ന സനദ് സഫാഹത്താണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇതിലെന്താ പറയുന്നത് കേട്ടോ? ഇതിലും പരമ്പരയില്ല. അള്ളാഹുവിന്റെ റസൂല് വരെയുള്ള അല്ലെങ്കിൽ ശാഫി ഇമാം വരെയുള്ള പരമ്പരയില്ലേ ഇല്ല. ഇതുപോലെ ഹസ്രജ് നമുക്ക് കൊണ്ടുവന്ന് തന്ന മുടിക്കും പരമ്പര ഇല്ലേ ഇല്ല. എന്നാ സനദുണ്ട് കേട്ടോ. പറഞ്ഞതിന്റെ ഇല്ലാത്ത ചുരുക്കം അതാ, പറഞ്ഞതിന്റെ ചുരുക്കം അതാ. അപ്പോ ഇത് പരമ്പരയുണ്ടോ, അതിന് പരമ്പരയുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലാണ് നമ്മുടെ സനദായി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. പിന്നെ ഈ ന്യായീകരിക്കരുത്. കേട്ടോളൂ.
ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാം, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحري رماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാൻ ഞാൻ ആരാണ് എന്ന് ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ, ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ? ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താണ്, ഓക്കെ. രണ്ടാമത്തേത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാവും. അപ്പൊ സെനത് കൊടുക്കുമ്പോ സെനത് കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് ടൈറ്റിൽ പറയാൻ. കണ്ടോ, ടൈറ്റിൽ പറഞ്ഞതാണ്. ഇയാളുടെ പ്രസംഗം സാധാരണ കേൾക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടെ? ഇയാൾ കാര്യപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ സദസ്സിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, ഇവിടെ ആലിമികളില്ലേ മുത്താലിമികളില്ലേ എന്നാ ചോദിക്കല്. ഇപ്പൊ എന്താ ചോദിച്ചത്? വക്കീലില്ലേ? അതെന്തിനാ? ഏതെങ്കിലും വക്കീല് പിടിച്ചിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കണോ? അതുകൊണ്ട് ബോഡി, ടൈറ്റിൽ, പ്രയർ മൂപ്പർക്ക് നല്ല വശായിരിക്കും, പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലേക്ക്. കാര്യം സർവ്വസമയം കോടതിയും വഴക്കും വക്കാണമാണ്. ആണ് ഈ കേസ് കോടതിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അത് സംഭവിച്ചു കൊടുക്കണം, അത് സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇത് സ്ഥാനത്താണ് പോലും. സ്ഥാനത്ത് കൊണ്ടുവരുമ്പോ ഇങ്ങനെയാണ് നമ്മള് ഉസൂൽ ഹദീസൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പഠിക്കല്. ടൈറ്റിൽ, ബോഡി, പ്രയർ ഇങ്ങനെ പഠിക്കല്. അപ്പൊ ഇങ്ങനെ ഉണ്ട്, ഒന്നിങ്ങനെ തിരിയണ്ടേ ഇതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയണത്. മറുപടി വന്നു, പിടിച്ചോ, മറുപടി കയ്യിൽ പിടിച്ചു വെച്ചോ വരെ പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്നത് വരെ അയാളുടെ സനദ്, ഒരു സഹാബി റാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്നത് വരെ അയാളുടെ സനദ് വായിച്ചു. അപ്പൊ ഇയാള് പറയുന്നത് അപ്പറഞ്ഞത് സനദല്ല എന്നാണ്. ആ വായിച്ചത് സനദല്ല കൂട്ടരെ. ആരാണ് സനദ് എന്ന് പറഞ്ഞത്? അത് നസബാണെന്നാ. സനദ് പരസ്യമായി വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഇതിന്റെ ഉദ്ദേശം? ടൈറ്റിലാണ് പോലും ഈ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറയുന്ന കൈലാസാണ് ഈ കഴിച്ചത് മുഴുവൻ. ഞാൻ ആരാന്ന് പറയാ. എങ്ങനെ ഇത്ര നീണ്ടിട്ട് പറയാ? ഉപ്പാനെ പറ്റി വളരെ കൂടുതൽ പറയുന്നുണ്ട്. മുഫ്തിൽ മദ്ഹബൈൻ, ആലിമുൽ വരിയിൽ മുദഖിഖ്, ഉപ്പാനെ പറയും. അങ്ങനെ ഓരോരുത്തരുടെയും വസ്ഫ് പറഞ്ഞിട്ട് റാബി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടിച്ചിട്ട് അത് സനദാണെന്ന് ആ കൂടിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ പിടിച്ചപ്പോഴല്ലേ ഇപ്പൊ നസ്ബായത്. അല്ലെങ്കിൽ ആടെ കൂടിയ മുതഅല്ലിമീങ്ങൾ, ആ അടക്കമുള്ള ആളുകൾ മുഴുവൻ വിചാരിച്ചത് ഇപ്പൊ അയച്ചതാ സനദ് എന്നല്ലേ. അപ്പൊ ഇത് ടൈറ്റിലാണ് പോലും. എന്നാ പ്രിയപ്പെട്ട സഹോദര, ബോഡി എവിടെ? എവിടെ പ്രേയർ? ഇതന്നെ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ പറയുന്ന അബൂബക്കറിലേക്ക് കൊടുത്തു എന്നാ, വേറൊന്നും പറയുന്നില്ല. അങ്ങനെ കൊടുത്താ സനദാകോ? ഇത്ര പണിയുണ്ടോ സനദ് വായിക്കാനുണ്ടെങ്കിൽ? കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ വായിക്കാൻ എത്ര പണിയുണ്ട്. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എടുത്ത് പുറത്തിട്ടെന്ന് പറഞ്ഞു. കയ്യിലുള്ള സാധനം പുറത്തിട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത സാധനമാണ്. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണം, ഞങ്ങൾക്കല്ലേ വലിയ മെനക്കെട്. അങ്ങനെ കയ്യിൽ പല പ്രാവശ്യം പറഞ്ഞു എന്തെല്ലാം വഴികളുണ്ട്. സ്വന്തമായി നെറ്റില്ലേ, സംവിധാനമില്ലേ, ദിവസവും ഉള്ള ഖുറാഫാത്തൊക്കെ അടിച്ചിറക്കുന്ന സാധനങ്ങളില്ലേ, അതിലൊക്കെ ഇട്ടൂടെ. എന്തെല്ലാം വഴികളുണ്ട്. 5 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ ഇത്രയൊന്നും പണിയില്ലല്ലോ. ഈ ഭാഗത്ത് വായിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. ഇതും വായിച്ചില്ലേ? ഇപ്പോ ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഈ സനദ് പറഞ്ഞാൽ എന്താ? അത് വായിച്ചാൽ ഞങ്ങളുടെ ആവശ്യമല്ല. ആ ഷഹർ മുബാറക്ക് ആണെന്ന് പറയുന്ന സാധനം സ്ഥിരപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യം. എന്നിട്ടും പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. എന്നിട്ടും